എന്നോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ അച്ഛന് കൈലാഷ് സാറിന് വാക്ക് കൊടുക്കാൻ തോന്നിയത്? പ്രിയൻ ചേട്ടനും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയാ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദേവി. അവൾ ആകെ തകർന്നു നിൽക്കുന്നെന്നാ തോന്നുന്നേ. നിന്റെ ഭാവി അമ്മായിയമ്മ അവൾക്ക് കൊടുത്ത ഷോ കേറ്റു. അവൾക്ക് ആന്റി കൊടുത്ത ഷോക്കൊന്നും പോരാ. എത്രയും പെട്ടെന്ന് പ്രിയനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവളെ തുറന്ന് സമ്മതിക്കണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഞാൻ ആംഗ്യം കാണിക്കുമ്പോ നീ വീഡിയോ എടുത്തോളാം. അത് ഞാൻ ഏറ്റു. എന്നാ വാ. പാർവതി, നീ എന്നോട് ക്ഷമിക്കണം. എന്താ മുക്തി ചെയ്യുന്നേ? എഴുന്നേക്ക്. നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. എന്തിനാ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? എന്താടി മുക്ത കാണിക്കുന്നേ? പാർവതിയെ ഷോക്ക് അടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇവള് നമുക്കാണല്ലോ ഷോക്ക് വരുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേറെ വല്ലവരും കണ്ട നമ്മുടെ മാനം പോവും. എഴുന്നേക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നോട് വഴക്കുണ്ടാക്കില്ലായിരുന്നു. എന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നേ? നീ പി കെയർ ഫാമിലിയുടെ മരുമകളാകാൻ പോവല്ലേ? പഴയതൊന്നും മനസ്സിൽ വെച്ചോണ്ട് നീ പെരുമാറരുത്. വാ വീട്. എഴുന്നേക്ക്. എന്താ പാറു പ്രശ്നം? നിങ്ങൾക്കൊക്കെ പാർവതി കൈലാഷിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം നേരത്തെ അറിയാമായിരിക്കുമല്ലോ. എനിക്ക് നിങ്ങൾ അതിനെ കുറിച്ചൊരു സൂചന തന്നാ മതിയായിരുന്നു. പാർവതിയോട് ഞാൻ കുറെ കൂടി നന്നായി പെരുമാറിയനെ. കമ്പനിയുടെ സിഇഒ ആയതുകൊണ്ട് പാർവതിയോട് എനിക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. ഇനി പാർവതി കമ്പനിയുടെ ഹെഡ് ആയതിനു ശേഷം എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും എന്നെ ശിക്ഷിക്കരുതെന്ന് പാർവതിയോടൊന്നും പറയൂ പ്ലീസ്. ഈ ജോലി പോയാ എന്റെ മമ്മി എന്നെ വെറുതെ വിടില്ല. ദയവ് ചെയ്ത് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. നിന്റെ പെർഫോമൻസ് കുറച്ച് കൂടുന്നുണ്ട് മുക്തേ. അയ്യോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ ഇവരെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. പാറു സീതാ മാഡത്തിന്റെ മരുമകളാകാൻ പോകുന്നു അറിഞ്ഞ ശേഷം മുക്ത ആകെ പേടിച്ചിരിക്ക. അവളുടെ ജോലി എപ്പോ പോകുന്ന അറിയില്ല എന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. മുക്തയ്ക്ക് പേടിച്ചിട്ട് പനി വരുന്ന അവസ്ഥയായിട്ടുണ്ട്. പാറു അവളോട് ക്ഷമിച്ചാ മാത്രമേ മരുന്ന് കഴിക്കുമെന്ന് അവള് പറയുന്നേ. ഒന്ന് ക്ഷമിക്ക് പാറു. ആ കമ്പനിയുടെ ബോസാ കൈലാഷ്. കല്യാണം കഴിഞ്ഞാലേ പാറു കൈലാഷ് സാറിന്റെ ബോസ് ആവില്ലേ? അപ്പൊ പിന്നെ നിന്നെ പേടിക്കാതെ പറ്റൂ? നമ്മളേതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് പോയാ പ്രമോഷൻ കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ പാറു നല്ല മിടുക്കിയ. പ്രമോഷൻ തരേണ്ട ആളെ തന്നെ ഭർത്താവാക്കി. അതാണ് കഴിവ്. ഇത്രയും കഴിവുള്ള ഒരുത്തി ബോസായിട്ട് വരുമ്പോ മുക്ത പേടിക്കാതിരിക്കുവോ? അവളോട് മാപ്പ് ചോദിക്കുന്നത് തന്നെയാണ് ബുദ്ധി. ആ ശരിയാ. പാർവതി പ്ലീസ് എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറ. മുക്തേ, പാറു നല്ല ടെൻഷനില്ല. നീ വെറുതെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. പാറുവിനെ വെറുപ്പിക്കാൻ വേണ്ടിയാ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എടി, നിന്റെ വാലുകളെ വിളിച്ചോണ്ട് പെട്ടെന്ന് പോ, ഇല്ലെങ്കിൽ എല്ലാത്തിനും നല്ല തല്ല് കിട്ടും. ഞാൻ ഭാവിയിൽ എന്റെ ബോസ് ആകാൻ പോകുന്ന ആളോടാ സംസാരിക്കുന്നേ. അതിന് നീ എന്തിനാ ഇടയിൽ കയറുന്നേ? അവൾക്ക് വിഷമം കാണും മുക്തേ. ഇത്രയും കാലം പാറുവിന്റെ കൂടെ നടന്നെങ്കിലും അവളെ പോലെ കൈലാഷ് സാറിനെ വളച്ച് ചാക്കിലാക്കാൻ ഇവൾക്ക് കഴിഞ്ഞില്ലല്ലോ. അസൂയ തോന്നാതിരിക്കോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടി. ഡയനെ നിർത്തിക്കോ.